ഹായ് മക്കളെ, നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്താലോ? സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് LCM മെത്തേഡ് ആണ്. സോ LCM മെത്തേഡ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഹിയർ 2, 4, 6 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ LCM നമുക്ക് എന്താണ് കിട്ടുന്നത്? LCM is equal to 12 ആണ് അല്ലെ. അപ്പൊ LCM 12 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാന്നറിയോ? LCM വെച്ച് LHSഉം RHSഉം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 12 വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? LHSനെയും RHSനെയും കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 12 into n by 2 minus 12 into 3n by 4 plus 12 into 5n by 6 is equal to 21 into 12 എന്ന് കിട്ടി. LHSനെയും RHSനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തല്ലേ. നമുക്ക് ഇനി ഇതിനൊക്കെ സിംപ്ലിഫൈ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് ഇനി കിട്ടാൻ പോകുന്നത്? സോ 6n minus 9n plus 10n is equal to 21 into 12 എന്ന് കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ 6n minus 9n plus 10n എന്ന് പറഞ്ഞാൽ 7n അല്ലേടാ. 7n is equal to 21 into 12. So n is equal to 21 into 12 divided by 7. ഓക്കെ, ഇവിടെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. സോ എന്നിന്റെ വാല്യൂ എത്രയാണ്? n is equal to 36. അപ്പോൾ LCM കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? LCM വെച്ച് LHSനെയും RHSനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ.